ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു റിയലിസ്റ്റിക് ഫേസ് ഷേവിങ് റൂട്ടീനാണ്. കുറേ നാളിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഫേസ് ഷേവ് റൂട്ടീൻ ചെയ്യാൻ ഒരു സമയം കിട്ടിയത്. ഓൾമോസ്റ്റ് ഒരു 1.5 മാസം കൊണ്ട് മുഖത്ത് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഐബ്രോസിൻ്റെ അവിടെ ആണെങ്കിലും 2 ചീക്സിൻ്റെ അവിടെ ആണെങ്കിലും വലിയ ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നോർമലി എൻ്റെ ഫേസിൽ ഇത്രയും ഹെയർ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫേസ് ഷേവിങ് റൂട്ടീനിലേക്ക് പോവാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോർമലി ആലോവേറ ജെല്ലാണ് യൂസ് ചെയ്യണത്, കാരണം എനിക്കത് ഭയങ്കര സട്ടിലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫേഷ്യൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ബട്ട് നോർമലി ഞാനത് ചെയ്യാറില്ല. കാരണം ഞാൻ വൺസ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പോഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ക്ലോഗ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അലോവേറ ജെൽ ഭയങ്കര സേഫ് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ജെൽ അപ്ലൈ ചെയ്തിട്ട് മുഖത്തെല്ലാം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഒരു നല്ലൊരു റേസർ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. മാർക്കറ്റിൽ കുറേ റേസേഴ്സ്, ഫേഷ്യൽ റേസേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന റേസേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓൾവേസ് ഗോ ഫോർ എ ഫേഷ്യൽ അല്ലെങ്കിൽ ഐബ്രോ റേസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തന്നെ ഫോർഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഓൾമോസ്റ്റ് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. എനിക്ക് യൂഷ്വലി ഇത്രയും ഹെയർ ഗ്രോത്ത് ആണ് വരാറുള്ളത്. ആൻഡ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന റേസർ ഉണ്ടല്ലോ, ഞാൻ മാക്സിമം 3 തവണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് തവണ പിന്നെയും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈജീൻ ഇഷ്യൂ പോലെ തോന്നാറുണ്ട്. കാരണം ഫസ്റ്റ് തവണ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് വെക്കുക, പിന്നെ സെക്കൻഡ് ടൈം യൂസ് ചെയ്യുക, പിന്നെ തേർഡ് ടൈം മാക്സിമം അത്രയും മതി. കാരണം ഒന്നാമത് ഇത് കുറച്ച് ചീപ്പസ്റ്റ് റേസറാണ്. പിന്നെ കൂടുതലും എന്താ പറയുക, നമ്മൾ എത്ര സാനിറ്റൈസ് ചെയ്തെന്ന് പറഞ്ഞാലും മേ ബി അവിടെ ഇവിടെയൊക്കെ കുറച്ച് അണുക്കൾ കയറിയിരിക്കാനോ അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യാനോ ചാൻസസ് ഉണ്ട്. മാക്സിമം ത്രൈസ് യൂസ് ചെയ്യുക, പിന്നെ ഡിസ്പോസ് ചെയ്ത് സെക്കൻഡ് വൺ യൂസ് ചെയ്യുക. കാരണം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേസസ് ആണ്. അപ്പോൾ ഞാൻ ഫോർഹെഡിൻ്റെ പോർഷൻസ് എല്ലാം നന്നായിട്ട് ഷേവ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ നെറ്റിയുടെ നടുക്കത്തെ പോർഷൻസ് ഷേവ് ചെയ്ത് കളയും. പിന്നെ ഐബ്രോസ് ഞാൻ അധികം ഐബ്രോസിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല, പക്ഷേ ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പാഠമായിട്ടാണ് എനിക്ക് പേരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ആ പോർഷൻസൊക്കെ നന്നായിട്ട് ഷേവ് ചെയ്ത് കളയും. പിന്നെ ഞാൻ മെയിനായിട്ടും ഈ മീശ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മസ്താഷ്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അവിടെ ഹെയർ ഗ്രോത്ത് വരാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ ഷേവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അത് റിയലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഷേവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയത്. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഷേവ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും ഒരു ഡിഫറൻസ്. ഇത്രയും നാൾ നമുക്ക് അവിടെ ഒരു ഹെയർ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഷേവ് ചെയ്ത് കഴിയുമ്പം വിസിബിളാണ്, ഡിഫറൻസ് ഭയങ്കര വിസിബിളാണ്. ബട്ട് സെക്കൻഡ് ഡേ ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും അത് നോർമലാവും. പിന്നെ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേനും പിന്നെ ഇതൊരു നോർമൽ പോലെ ആവും. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ട്, ബട്ട് ദെൻ ഞാനും യൂസ്ഡ് ആയി അതിലൊക്കെ. പിന്നെ ഞാൻ അലോവേറ ജെൽ, കാരണം ഇത്രയും ടൈം ആയപ്പോഴത്തേനും അലോവേറ ജെൽ ആദ്യം അപ്ലൈ ചെയ്തതൊക്കെ ഓൾമോസ്റ്റ് ഡ്രൈ ആയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞാൻ ഷേവ് ചെയ്യേണ്ട പോർഷൻസിൽ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഷേവ് ചെയ്യും. ഞാനിപ്പോൾ ചീക്സിൻ്റെ പോർഷനിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ആ ചെവിയുടെ സൈഡിൽ കുറച്ച് ഹെയർ ഉണ്ട്. അത് ഞാൻ കളയാറില്ല, കാരണം എനിക്കത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു രസമാണ്. അത് ഞാൻ അതിൽ ടച്ച് ചെയ്യാറില്ല. അല്ലാതെ എൻ്റെ ചീക്സിൽ അവിടെയുള്ള എല്ലാം ഹെയറും ഷേവ് ചെയ്ത് കളയും. അതുപോലെ നമ്മൾ ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ മാത്രമല്ല റിമൂവ് ചെയ്യുന്നത്, ഇതൊരു ആക്ച്വലി കൈൻഡ് ഓഫ് എക്സ്ഫോലിയേഷൻ ആണ്. നമ്മുടെ ബിൽഡായിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു എക്സ്ഫോലിയേഷൻ ആണ്. അപ്പം അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഓൾറെഡി ഒരു നാച്ചുറൽ ഗ്ലോയും ഹൈഡ്രേഷനൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മളൊരു റേസർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഒരിക്കലും വെച്ച് യൂസ് ചെയ്യരുത്. എപ്പോഴും കുറച്ച് സ്ലൈറ്റായിട്ട് ചരിച്ചിട്ട് ഒരു 45 ഡിഗ്രിയിൽ, നിങ്ങൾ ഡിഗ്രി ഒന്നും അളക്കാൻ നിൽക്കണ്ട, പക്ഷെ എന്നാലും നമുക്കൊരു ഏകദേശം ഒരു ഊഹം കാണുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം ഷേവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് പ്രത്യേകം പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, ശ്രദ്ധിക്കുക, ഷേവ് ചെയ്യുന്ന സമയത്ത് റേസർ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകണം. അപ്പോൾ അതനുസരിച്ച് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് മാത്രമേ ഷേവ് ചെയ്യാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് വീഴാൻ സാധ്യതയുണ്ട്. കട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നാളെടുക്കും മാറാൻ. അതുകൊണ്ട് പ്രത്യേകം പിന്നെ ഞാൻ എടുത്ത് പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക്. ഞാൻ ഐബ്രോസിൽ അധികം ഞാൻ ഷേവ് ചെയ്യാറില്ല, ഐബ്രോസിൻ്റെ അണ്ടറിൽ, കാരണം എനിക്കത് അത്ര പെർഫെക്റ്റ് ലുക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്വീസേഴ്സ് യൂസ് ചെയ്ത് ട്വീസ് ചെയ്ത് കളയാറേ ഉള്ളൂ. അതുപോലെ ഞാനത് ഷേവ് ചെയ്യുന്ന ദിവസം തന്നെ ചെയ്യണമെന്നില്ല. എനിക്ക് ചില സമയത്ത് മൂഡ് തോന്നണം, കാരണം ഇത് കുറച്ച് നേരം പതിയെ ടൈം എടുത്ത് ചെയ്യണം. അപ്പം എനിക്ക് ജസ്റ്റ് ഔട്ട് ഗ്രോൺ ചെയ്ത് നിൽക്കുന്ന ഹെയർസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ട്വീസ് ചെയ്ത് കളയും, അത്രേ ചെയ്യാറുള്ളൂ. ഞാൻ അങ്ങനെ ഐബ്രോസ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാറില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ഈ വീഡിയോയിൽ അതെടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ത്രെഡിങ് ഒക്കെ കംപ്ലീറ്റ്ലി നിർത്തിയ ആളാണ് കേട്ടോ. അപ്പോൾ ഷേവിങ്ങിന് ശേഷം ഞാൻ റീസെൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു റുട്ടീനാണ് മുഖത്ത് നന്നായിട്ട് ഐസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതെനിക്ക് ശരിക്കും ഒരു നല്ലൊരു എൻ്റെ ഒരു ആഫ്റ്റർ ഗ്ലോ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക, കൈ പിടിച്ച് സൂക്ഷിച്ച് ഐസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ താഴെ വീഴും. ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മുഖം നന്നായിട്ട് ഐസ് ചെയ്യും. ഒരു ഐസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ മുഖത്തും ഐസ് ചെയ്യും, പിന്നെ നെക്കിലും ജസ്റ്റ് എല്ലാം ഐസ് ചെയ്ത് ക്ലീൻ ചെയ്യും. ശരിക്കും നമ്മുടെ മുഖത്ത് ആ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, നന്നായിട്ട് കൂടി കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു
സൂതിങ് കാം ഫീലാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഷേവിങ്ങിന് ശേഷം മാത്രമല്ല മിക്ക ദിവസവും രാത്രിയിൽ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഐസിങ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ശേഷം ഞാനൊരു ഫേഷ്യൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് മുഖത്തെ വെള്ളമെല്ലാം റിമൂവ് ചെയ്യും. ഒത്തിരി നിങ്ങൾ മുഖത്ത് നിങ്ങൾ ഏത് ക്ലോത്താണോ യൂസ് ചെയ്യണത് ഒത്തിരി റബ്ബ് ചെയ്യരുത്, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം. അതിന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. എനിക്കിത് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ക്ലീൻ ലുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മുഖം അങ്ങനെ അത്ര ഡ്രൈ ആക്കാറില്ല. ഭയങ്കര ഒരു നോർമൽ സ്കിൻ എനിക്ക് തരാറുണ്ട് ഇത് ചെയ്ത് കഴിയണ ശേഷം. അത് കഴിഞ്ഞ് ഞാൻ ഈ കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ് യൂസ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഡെയിലി നല്ലൊരു ഗുഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്റ്റീവ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ പേഴ്സണലി അങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്കത് ഇറിറ്റേഷൻ തരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആക്റ്റീവ്സ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒരു നോർമൽ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഡേ സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട, ഹെയർ ഭയങ്കര തിക്കായിട്ട് വളരുമൊന്നുമില്ല, നോർമൽ ഗ്രോത്ത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ലെറ്റ് മീ നോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.